നമ്മൾ ജിയോ ആയിരുന്നല്ലോ, ജിയോയുടെ എയർ ഫൈബർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ജിയോ എയർ ഫൈബറിൽ മാറി കേരള വിഷനിലേക്ക് സ്വിച്ച് ചെയ്യണം കേട്ടോ. എന്താ കാരണം ഏതാ കാരണം എന്നൊക്കെയുള്ളത് ഞാൻ വഴി പറയാം. വലിച്ചു കഴിഞ്ഞേട്ടാ എന്തോ ശരി ശരി ശരി. മോഡിൽ തന്നെ വെക്കോ? മോഡിൽ തന്നെ വെക്കോ? ആ ആ വയറൊക്കെ വലിച്ചു കേട്ടോ. വൈഫൈ അല്ല, മറ്റേ ഇങ്ങനെ ഇതേപോലെ വേണ്ടായിരുന്നു. മുകളിൽ കൂടെയും താഴെ കൂടെയൊക്കെ വയർ വലിക്കണം. കേബിളും വൈഫൈ അല്ലേ, ഇപ്പോൾ രണ്ടിനും വയർ. പണ്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു വയർ വലിച്ചൊരിതുണ്ട്, അതുവഴി ഇനി ഇവർ വയറൊക്കെ വലിച്ച് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ഡിലേ ഉണ്ട് അത്ര തന്നെ. കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഈ വീഡിയോയുടെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കാരണം പറയാൻ കുറച്ചുണ്ടെന്നാണ്. സെറ്റായില്ലേ? ഇത് ആക്ടിവേഷൻ ചെയ്യണം. ആധാർ നമ്പർ ആയിട്ട് ഒന്ന് ലിങ്ക് ചെയ്താൽ മതി. അതിപ്പോൾ ആവും 10 മിനിറ്റ്. നമ്മൾ മോളിലത്തെ വൈഫൈ റെഡി ആയി കഴിയുമ്പോഴേക്കും ഇതും സെറ്റ് ആവും. ഇത് റെഡി ആവും. ഇതിപ്പോൾ ഓഫീസിൽ ചെയ്യേണ്ടതാ? ഓഫീസിൽ ചെയ്യേണ്ടത്. അതിപ്പോൾ ഞാൻ അയച്ചു കൊടുക്കാം. ഫോൺ നമ്പർ ഒന്ന് പറയാം. നമുക്ക് മോള് വൈഫൈ. ശരി ശരി. മിഷീൻ മോളിൽ പോകാം. ഞാൻ ഇതാണല്ലേ റിമോട്ട്. ശരി. സെറ്റല്ലേ? കട്ട് ചെയ്തപ്പോൾ കറക്റ്റായി. ഇപ്പോൾ ഓക്കെ. അത് ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ടും പോകുന്നില്ലേ? ആ അതന്നെ. മറ്റേ പുള്ളിക്കാരൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഞാനും അവരെ വലിച്ചു നോക്കാം. ഞാനും വലിച്ചു നോക്കിയിട്ട് എന്നിട്ട് കിട്ടിയില്ല. താഴെ പോയി നോക്കാം. ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ, താഴെ പോയി നോക്കാം. ടി വി സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. Yes. അപ്പോൾ അങ്ങനെ ഞാൻ കേരള വിഷനിലേക്ക് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ജിയോ ഫൈബർ മാറ്റി കേരള വിഷനിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിയോ ആൾക്കാരുടെ കസ്റ്റമർ കെയർ സർവീസ് പക്കാ പോറാണ്. പക്കാ പോറാണ്. നമ്മളത് മേടിച്ച് ഒരു 2 ദിവസം ഒക്കെ ആയപ്പോഴത്തേക്കും തുടങ്ങി അതിൻ്റെ ഇഷ്യൂസ്. ആ ടി വിയിൽ ഭയങ്കര ബഫറിങ് ആണ്. പിന്നെ അതങ്ങ് കൂടി വന്നു. ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം വീഡിയോ. അത് ബഫറിങ് പിന്നെ വല്ലാണ്ട് കൂടി വന്നു. നമുക്ക് ടി വി കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആയിട്ട് വന്നു. ഫോണിൽ പോലും കിട്ടാത്തൊരവസ്ഥ. ഫോൺ പോലും ഇങ്ങനെ പലപ്പോഴും ചില സമയത്തൊക്കെ എൻ്റെ ഫോൺ ഇങ്ങനെ ഹീറ്റ് ആവാറുണ്ട് ഈ നെറ്റിൻ്റെ ഇത് കാരണം. അതായത്
ഇങ്ങനെ ബുദ്ധിമുട്ടെന്നൊക്കെ പറയില്ല, നെറ്റിൻ്റെ സിഗ്നൽ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് ഹീറ്റ് ആവാറുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഫോണിൽ പലപ്പോഴും കിട്ടാത്തൊരവസ്ഥ. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 50-55% ആയാലും പിന്നെ അത് വീണ്ടും നേരെ സീറോയിലിടും, വീണ്ടും 50-50% പിന്നെ അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റമർ കെയർ സർവീസ് ഞാൻ പറഞ്ഞില്ല, പക്കാ ഫോണാണ്. നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആൾക്കാർ വിടും, വന്ന് നോക്കി പോയി, അത് തന്നെ ഒരു അഴവഴപ്പൻ മട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഒരു ബോർ സർവീസർ ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളറിയുന്ന പല സുഹൃത്തുക്കളും കേരള വിഷൻ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി, അവർക്ക് നല്ല സർവീസാണെന്ന് മനസ്സിലായി. അങ്ങനെ കേരള വിഷനിലേക്ക് മാറി. അവരുടെ കസ്റ്റമർ സർവീസ് തന്നെ എന്ത് മനോഹരമാണെന്ന് നോക്കൂ. ഞാൻ ജിയോ എടുത്ത സമയത്ത് അവരുടെ പെരുമാറ്റവും ഇപ്പം ഇവരുടെ പെരുമാറ്റങ്ങൾ രണ്ടും കമ്പയർ നോക്കി. ജിയോയുടെ വീഡിയോ എൻ്റെ ഇവിടെ കുഴപ്പമുണ്ട്, ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജിയോ ഫൈബർ എടുത്ത സമയത്തുള്ള അവരുടെ പെരുമാറ്റവും ഇപ്പം ഇവർ വെച്ചപ്പോൾ ഇവരുടെ പെരുമാറ്റം രണ്ടും കമ്പയർ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ വ്യത്യാസം. അതാണ്. ബാക്കിയൊന്നും എനിക്കറിയില്ല, കംപ്ലയിൻസ് ഉണ്ടോ ഇല്ലേ കേരള വിഷന്. പൊതുവേ ഞാൻ ഇല്ലെന്നാണ് കേട്ടിട്ടുള്ളത്. ഇവിടുത്തെ കാര്യം നമുക്കറിയില്ല, ഞാനത് ഭാവിയിൽ നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നാളെ കാണാം. ബൈ. ഞാൻ അങ്ങനെ കേരള വിഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങളെ വഴി അറിയിക്കാം. ഓക്കെ.